ഞെട്ടിച്ച ഒരു വലിയ കൊലപാതകത്തിന്റെ കഥയാണ് ആലപ്പുഴയിൽ നിന്നും വരുന്നത്. ആലപ്പുഴ ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്നെന്ന വിവരം കൂടി പുറത്തു വരികയാണ്. അച്ഛൻ ജോസ്മോൻ കഴുത്തു ഞെരിച്ചപ്പോൾ അമ്മ ജെസിമോൾ പുറകിൽ നിന്ന് ഏഞ്ചലിന്റെ കൈ പിടിച്ചു നൽകിയെന്ന് മണ്ണഞ്ചേരി CI ടോൾസൺ ന്യൂസ് 18നോട് പറയുന്നു. പോലീസ് ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. പതിവായി വീട്ടിൽ വൈകി വന്നതാണ് മകളെ കൊല്ലാൻ കാരണമെന്ന് അച്ഛൻ ജോസ്മോൻ മൊഴി നൽകി. അമ്മാവൻ അലോഷ്യയെ രാത്രി തന്നെ വിളിച്ചു വരുത്തി കൊലപാതക വിവരം അറിയിക്കുകയായിരുന്നു. കേസിൽ ഏഞ്ചലിന്റെ അമ്മ സിന്ധു, അമ്മാവൻ അലോഷ്യ എന്നിവർ കസ്റ്റഡിയിലുണ്ട്. അമ്മയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ഇപ്പോ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. ഇൻവോൾവ്മെന്റ് ഉള്ളത് അമ്മയ്ക്ക് മാത്രമാണ്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അതെ അതെ, അമ്മയ്ക്കുണ്ട്. ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതെ അതെ അതെ, അങ്ങനെയാണ്. ഇപ്പൊ അമ്മ കസ്റ്റഡിയിലുണ്ടോ? അറസ്റ്റ് ഉടനെ ഉണ്ടാവും? അമ്മ കസ്റ്റഡിയിലുണ്ട്, അറസ്റ്റ് ഉടനെ ഉണ്ടാവും. അമ്മാവന്റെ ഒരു റോൾ എന്താണ് ഇതിനകത്ത്? അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത്. രാത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ചു? അദ്ദേഹം രാത്രി ഒരു 11 മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു. അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ. എന്നിട്ട് രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും മരണപ്പെട്ടു പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നത്. പോലീസിൽ തന്നതല്ലേ? അതെ അതെ. ഇവരെല്ലാവരും പ്രതി ചേർക്കപ്പെടും? ഇവരെല്ലാവരും ഇപ്പൊ കസ്റ്റഡിയിലുണ്ട്. ഈ രാത്രി 10:30 ചൊവ്വാഴ്ച നടന്നത്? രാത്രി ഒരു 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. താമസിച്ചു വന്നു എന്നുള്ള തർക്കമാണോ? ഇവര് കുട്ടി എപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാവുകയും ഒരു പിടിയും വലിയില് കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത്. കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി? അത് കഴുത്ത് ഞെരിച്ചു കൊന്നു. അതോടൊപ്പം തന്നെ അമ്മ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം കൂടിയാണ് വരുന്നത്. ഒരുപക്ഷെ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ട ഒരു കൊലപാതക വാർത്തയായി കൂടി ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നുള്ള ഈ വാർത്ത കൂടി മാറുകയാണ്. മകൾ വീട്ടിൽ വൈകി വരുന്നു എന്ന കാരണത്താൽ ഈ നടപടിയിലേക്ക് ആ കുടുംബത്തെ അച്ഛനും അമ്മയും പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഇതിനിടയിൽ ജോസ്മോനെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് തുടരുകയാണ്. വിശദമായി പരിശോധിക്കാം. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം മകളെ ഇങ്ങനെ കൊലപ്പെടുത്താൻ എന്താണ് യഥാർത്ഥ കാരണം? അതിലൊരു വസ്തുതയുണ്ടോ? വൈകി വരുന്നു എന്ന കാരണം മാത്രമാണോ? ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറം ഇതിൽ സസ്പെൻസുകളില്ലേ? സജിത്ത്, വളരെ നിർണായകമായ ഒരു കേസായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇന്നലെ ഏഞ്ചൽ, അതായത് ചൊവ്വാഴ്ച രാത്രിയോടുകൂടിയാണ് ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശിയായ ഏഞ്ചൽ മരണപ്പെടുന്നത്. രാവിലെയോടുകൂടി, അതായത് ഇന്നലെ രാവിലെയോടുകൂടി കുടുംബം, വാർഡ് കൌൺസിലർ അടക്കമുള്ള ആളുകളോട് വ്യക്തമാക്കുന്നത് ഏഞ്ചലിനെ വീടിനകത്തെ സ്വന്തം കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഹൃദയാഘാതമായിരിക്കും ഒരുപക്ഷെ മരണകാരണം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ആദ്യം കുടുംബം പോലീസിനോടും ഒപ്പം തന്നെ വാർഡ് മെമ്പറിനോടും അടക്കം പങ്കുവയ്ക്കുന്നത്. തുടർന്ന് അതിനുള്ള ഒരു നിയമ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് വാർഡ് മെമ്പർ കൂടിയായ ഇമ്മാനുവൽ ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ണഞ്ചേരി പോലീസിലേക്ക് ഇങ്ങനെ ഒരു വിവരം, ഒരു ഇന്റിമേഷൻ പോകുന്നത്. ആ രാവിലെ 7:30 തന്നെ ഏഞ്ചലിനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ കഴുത്തിൽ പാടുകൾ ഉൾപ്പെടെ കാണുന്നു. ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് എത്തിക്കുന്നത്. അവിടെ ഡോക്ടർമാർക്കടക്കം ഒരു സംശയം ഉണ്ടാവുകയും അത് പോലീസിലേക്ക് ഒരു ഇന്റിമേഷൻ കൈമാറുകയുമായിരുന്നു ചെയ്തത്. തുടർന്ന് ഇവിടെ പോലീസ് അച്ഛനെ കസ്റ്റഡിയിലെടുക്കുന്നു. വൈകിട്ടോടുകൂടി അച്ഛൻ ജോസ്മോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ദീർഘനേരം ചോദ്യം ചെയ്തതിനു ശേഷമാണ് എന്താണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രകോപനം എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് വൈകി വരുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം, ഈ പെൺകുട്ടി വൈകി വരുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കം രക്ഷകർത്താക്കൾക്കിടയിൽ പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നു. അത് പല ഘട്ടത്തിലും ആ ഒരു തർക്കം പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ഒരു തർക്കത്തെ തുടർന്നുണ്ടായ ഒരു പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യം ജോസ്മോനെ മാത്രമായിരുന്നു കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി അമ്മ സിന്ധു എന്ന് വിളിക്കുന്ന ജെസിയെയും ഒപ്പം തന്നെ അമ്മയുടെ സഹോദരൻ അലോഷ്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കും ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ കേസിൽ ഉള്ളത് അമ്മയ്ക്കും കൂടിയാണ്. അതായത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട്, ഒരേ സമയം അവർ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രക്രിയയിൽ അവർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ
ആ വീടിനകത്ത് ഇത് രാത്രി 11 മണിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. വീടിന്റെ സ്വീകരണ മുറിയിൽ വെച്ചാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ജോസ്മോൻ മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള ഷെഡിന്റെ മുകൾ ഭാഗത്തു നിന്നും ഒരു തോർത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് മുറുക്കിയാണ് കൊലപ്പെടുത്തിയെന്നുള്ളതാണ്. ബോധരഹിതയായി വീണതിന് ശേഷം അത് അങ്ങനെ ഒരു തർക്കം ഇവർ തമ്മിൽ താമസിച്ചു വന്നതിനെ സംബന്ധിച്ചൊരു തർക്കം ആ രാത്രിയും അമ്മയും അച്ഛനും ഈ പെൺകുട്ടിയുമായി ഏഞ്ചലുമായി ഉണ്ടായിട്ടുണ്ട്. ആ തർക്കത്തിന് ശേഷം പിന്നീട് ആ സ്വീകരണ മുറിയിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നുള്ളതാണ്. പോലീസ് ഇപ്പോൾ പ്രതിയുമായി വീട്ടിലെത്തി തെളിവെടുപ്പ് നടക്കുകയാണ്. അവിടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആദ്യഘട്ടത്തിൽ ഫോറൻസിക് വിഭാഗവും പിന്നീട് മണ്ണഞ്ചേരി പോലീസും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സ്വീകരണ മുറിയിലായിരുന്നു. അതിനുശേഷം ഈ സ്വീകരണ മുറിയിൽ നിന്നും ആ കുട്ടി ഏഞ്ചലിനെ കൊലപ്പെടുത്തിയ ശേഷം നമ്മൾ അകത്ത് കാണുന്ന രണ്ടാമത്തെ മുറിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി അവിടെ കട്ടിൽ കിടത്തുകയായിരുന്നു. ഏഞ്ചലിന്റെ മുറിയിൽ കട്ടിൽ കിടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് മണ്ണഞ്ചേരി CI നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേർക്കും ഒരുപോലെ ഇൻവോൾവ്മെന്റ് വന്നു എന്നുള്ളതാണ്. അച്ഛൻ ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിക്കുന്ന സമയത്ത് അമ്മ കൈകൊണ്ട് അവളുടെ ഇത് എതിർക്കാതിരിക്കുന്നതിന് വേണ്ടി കൈ പിൻവശത്തേക്ക് രണ്ട് കൈകളും പിടിച്ചു കെട്ടി നിർത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആ സംഭവം നടക്കുന്നതിനകത്ത് രണ്ടുപേർക്കും ഇൻവോൾവ്മെന്റ് അച്ഛൻ ജോസിനും ഒപ്പം തന്നെ അമ്മ ജെസ്സിക്കും ഉണ്ട് എന്നുള്ളത് പോലീസ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നീട് ഇവർക്കൊപ്പം ഈ വീട്ടിലുണ്ടായിരിക്കുന്നത് അച്ഛനും അമ്മയും ഒപ്പം തന്നെ ഈ ജോസിന്റെ രക്ഷകർത്താക്കളുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനും അമ്മയ്ക്കും ഇതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉള്ളതായി പോലീസ് പറയുന്നില്ല. പക്ഷേ അതേസമയം മറ്റൊരാൾ കൂടി ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് സഹായകരമായി അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നുള്ളതാണ്. അത് ഇവിടുത്തെ ഏഞ്ചലിന്റെ അമ്മയുടെ സഹോദരനായ അലൂഷിയാണ്. അദ്ദേഹത്തെ രാത്രി തന്നെ ഈ സംഭവം നടക്കുന്ന സമയം രാത്രി തന്നെ വിളിച്ചു വരുത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഈ രാവിലെ 7:30 വരെ ഈ കാര്യങ്ങൾ ഇവർ മറച്ചുവെച്ചു. 7:30യോടുകൂടി വാർഡ് മെമ്പറെ വിളിച്ച് ഇങ്ങനൊരു മരണം ഉണ്ടായിട്ടുണ്ട്, അത് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള രീതിയിൽ അവരെ അറിയിക്കുന്നു. ഹൃദയാഘാതമാകാം എന്നുള്ള രീതിയിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നു. വാർഡ് മെമ്പർ ഇവരെ അത് പോലീസിലേക്ക് വിവരം അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം കൂടി അമ്മാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അമ്മയും അമ്മാവനായ അലൂഷിയും കസ്റ്റഡിയിലുണ്ട്. അവരും ഈ കേസിൽ പ്രതി ചേർക്കപ്പെടും. പക്ഷെ കൊലപാതകം നടക്കുന്ന സമയത്ത് കൊലപ്പെടുത്തുകയാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ മണ്ണഞ്ചേരി CI ടോൾസൺ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. തീർച്ചയായും സജിത്ത് പറഞ്ഞതുപോലെ മറ്റൊരു മാനം ഈ കേസിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വൈകി വന്ന വിഷയങ്ങളാണ് അച്ഛനും അമ്മയും ഈ മകളും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഉണ്ടാവാൻ കാരണമെന്ന്. പക്ഷെ നമ്മൾ ഈ പരിസരത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ഈ മരിച്ച ഏഞ്ചൽ ലാബ് ടെക്നീഷ്യനാണ്. തുമ്പോളിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു. ഇളയ ഒരു പെൺകുട്ടി കൂടെയുണ്ട്. അവരും വിവാഹിതരാണ്. ഈ അത്തരത്തിൽ ഒരു സംശയാസ്പദമായ അല്ലെങ്കിൽ ഒരു വഴക്കോ മറ്റു കാര്യങ്ങളോ നടക്കുന്ന ഒരു വീടല്ല ഇത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഈ അച്ഛനായ ജോസിനെ ഇതിന് നേരിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുന്നു. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു വൈകി വന്ന സംഭവം മാത്രമാണോ ഇങ്ങനൊരു പ്രകോപനത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നു. എന്നാലും അത് വരും ദിവസങ്ങളിലാണ് അന്വേഷണ സംഘം അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം പ്രതിയെ പുറത്തേക്ക്